എല്ലാവർക്കും നമസ്കാരം. ഇന്നവിടെ കുറച്ച് ഡോക്ടർ സത്യാനന്ദ സ്വാമിയെ കുറിച്ച് പറയട്ടെ. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ജന്മദിനം നമ്മളെല്ലാവരും കേരള സമൂഹം തന്നെ, കേരള സമൂഹമല്ല ഭാരതീയമായിട്ടുള്ള എല്ലാവരും ഇത് ഓർക്കേണ്ട ഒരു ദിവസം തന്നെയാണ്. നമ്മൾ ഇങ്ങനെയൊരു വേദിയിൽ എന്നെ ക്ഷണിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇത്രയും ആളുകളെ കണ്ടതിലും വളരെ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാം ഓണം കഴിഞ്ഞ് ഉറങ്ങാതെ ഇരിക്കണമെന്നുള്ളതിലും എന്തായാലും വളരെ വളരെ സന്തോഷം. ഞാൻ വലിയൊരു ദീർഘമായ പ്രസംഗത്തിനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു കാര്യത്തിലേക്ക് മുതിരുന്നില്ല. വളരെ എനിക്ക് തന്നിട്ടുള്ള വിഷയം വേദാന്തവും നാരായണീയവും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും സംക്ഷിപ്തമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് അതിന് മുൻപൊരു ചോദ്യം ചോദിക്കുന്നത് അറിയുന്ന ചോദ്യമാണ്. നിങ്ങൾ മറുപടി പറഞ്ഞാൽ സന്തോഷമുണ്ട്. അപ്പോൾ ഈ നമ്മളെ ഈ നാരായണീയവും മറ്റുമായി വന്നതിന് ശേഷം നമ്മുടെ സ്വഭാവത്തിലൊരു മാറ്റം ഉണ്ടായി. ദേഷ്യം കുറഞ്ഞു, അസൂയ കുറഞ്ഞു അല്ലേ? കുറച്ചൊന്നും പറഞ്ഞിട്ടില്ലേ അല്ലേ? അതുകൊണ്ട് തന്നെ വീട്ടിലൊരു സമാധാനം ഇല്ലേ? ഉണ്ടെന്നില്ല ഉണ്ടല്ലേ? ആദ്യം നമ്മളോട് പോകണ്ടെന്ന് പറഞ്ഞ ആളുകൾ നമ്മുടെ മാറ്റം കണ്ടിട്ട് ഭർത്താവാകട്ടെ മക്കളാവട്ടെ നമ്മുടെ ആ പരിപാടിയിലേക്ക് ഡ്രോപ്പ് ചെയ്തിട്ടുള്ള ശീലം എത്തിയിട്ടില്ലല്ലോ. അപ്പൊ നമ്മളുടെ സ്വഭാവത്തിന് മാറ്റം വന്നു. അതുകൊണ്ട് തന്നെ വീട്ടിൽ വലിയ സമാധാനം എല്ലാവരും ഫോട്ടോ വാങ്ങി. അപ്പൊ നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വന്നപ്പോൾ വീട്ടിൽ സമാധാനം. അപ്പൊ വീട്ടിലെ പ്രശ്നമായിരുന്നു. ഞങ്ങളെ നന്നായി വീട് നിന്നേ പ്രശ്നമായിരുന്നു. പറഞ്ഞിട്ടുണ്ട് നമ്മളല്ല പ്രശ്നം നമ്മൾ അറിയാതെ നമ്മളെ കടന്നു കൂട്ടിയിട്ടുള്ള ചില ശീലങ്ങളാണ്. ആ ശീലങ്ങൾ മാറ്റാൻ നമ്മൾ തയ്യാറാണ്. ആ ശീലങ്ങൾ മാറാത്തതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നം. ആ ശീലങ്ങളെ എങ്ങനെ മാറ്റാം, അതാണ് നാരായണീയമൊക്കെ പഠിപ്പിച്ചത്. ശീലം പരമഭൂഷണം. ഏറ്റവും സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം കാര്യം നിറയെ വളയാക്കിയിട്ടുണ്ട്. അതാണ് നമ്മുടെ ആഭരണം എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. കഴുത്തിൽ നിറയെ മാലകളുണ്ട്, അതാണ് ആഭരണം എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ജീവിതത്തിൽ തിരിച്ചറിയേണ്ട ഒരു കാര്യം ശീലമാണ് പരമമായ ആഭരണം. ആ ശീലം ഉണ്ടാക്കാനാണ് നമ്മുടെ ഋഷീശ്വരൻ ഇത്രയേറെ പ്രയത്നം ചെയ്തിട്ട് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചത്. അതിന് നമുക്കറിയാം നാരായണീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ നാരായണീയൊക്കെ പണ്ടൊക്കെ ഞാൻ കേൾക്കുന്ന സമയത്ത് നാരായണീയം എന്ന് പറഞ്ഞ ഒരു സാധാരണ പുസ്തകം തന്നെയായിരുന്നു. പിന്നീട് നമുക്ക് മനസ്സിലായി നാരായണീയം എന്ന് പറഞ്ഞാൽ യൂണിഫോമിൻ്റെ അത് പറ്റില്ല. എനിക്കല്ല, ഇവിടെ ഡ്രസ്സുകളുണ്ടോ? ഇവിടെയൊക്കെ സമയമില്ല, നമുക്കതുപോലെ വേണ്ട. നാരായണൻ നമുക്ക് അങ്ങനെയായി മാറിയിരിക്കുന്നത് എന്ത് ആന്നാ? തെറ്റാണെന്ന് ഞാൻ പറഞ്ഞിട്ട് കേട്ടോ. LKG തെറ്റല്ല, LKG കഴിഞ്ഞിട്ട് വേണം UKG പോയി. അപ്പൊ LKG തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ അത് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഫാക്ട് അവിടെ ഇരിക്കുന്നത്, അത് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ മുന്നേറി വരണം. അതാണ് ഞാൻ പറഞ്ഞിട്ട് കാര്യം. ഇപ്പൊ നാരായണീയം എന്ന് പറഞ്ഞാൽ കേവലം ചൊല്ലൽ മാത്രമല്ല എന്നുള്ളതിലേക്കും വരണം. കേവലം ചൊല്ലൽ മാത്രമാണെങ്കിൽ എന്തൊക്കെയോ നമ്മളെ കൊണ്ട് വീട്ടുകാർക്ക് പ്രശ്നമുണ്ടാവും. നിങ്ങൾ ഈ നാരായണീയത്തിന്റെ നാരായണീയ ഭക്തർ പറയേണ്ട ഒരു കാര്യം, നമ്മൾ ഭക്തിയിൽ മുന്നേറുമ്പോൾ ഒരിക്കലും വീട്ടുകാർ താഴെയാണെന്ന് ചിന്തിക്കരുത്.
മനുഷ്യൻ. നിങ്ങൾക്ക് വല്ലപ്പോഴും ആ സപ്താഹ സോറി ആ ഭഗവത്ഗീത എടുത്ത് വായിച്ചൂടെ? വെറുതെ ടിവിയുടെ മുമ്പിൽ തന്നെ ഇരിക്കുന്ന കമന്റുകൾ പറഞ്ഞാൽ പിന്നെ ധർമ്മക്ഷേത്ര കുരുക്ഷേത്രം ഇവിടെ തുടങ്ങും. പക്ഷെ നമുക്ക് എന്താ പ്രശ്നം അറിയോ? നമ്മൾ രണ്ടക്ഷരം കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ അത് ആർക്കെങ്കിലും ഏൽപ്പിച്ചില്ലെങ്കിൽ, ഒന്ന് അടിച്ച് ഏൽപ്പിച്ചില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നാരായണീയം കാരണം വീട്ടിൽ ധർമ്മക്ഷേത്രം കുരുക്ഷേത്രം ഉണ്ടാവാറുണ്ടോ? എന്തൊന്നും ഇല്ലാത്ത അപ്പൊ ഇത് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? അത് നമ്മുടെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകൾ മാറും. അപ്പൊ കാഴ്ചപ്പാട്ടില് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ LKG തൊട്ടാണ് ഇതിനെ മുന്നോട്ട് വരുന്നത്. അപ്പൊ LKG തെറ്റാണെന്ന് പറയരുത്. ഇപ്പൊ നിങ്ങൾ കാണിക്കുന്നതെല്ലാം ശരിയാണ്. അപ്പൊ ആ ശരി കാണിക്കുന്നതിൽ ചെറിയ ചെറിയ അബദ്ധങ്ങൾ നമുക്കും വരാറുണ്ട്, നിങ്ങൾക്കും വരാറുണ്ട്. അത് തെറ്റാണെന്ന് പറയരുത്. നടന്നത് ശരിക്കുമ്പോൾ വീടില്ലേ, അത് തെറ്റാണോ? പിന്നെ അതുകൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലും കുശുമ്പ് നമ്മൾ നോക്കൂ, ആരെയും എനിക്ക് പരിചയം, അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം. ആ സ്ഥിതിക്ക് എപ്പോഴും മൈക്ക് വേണം. ചില ആൾക്കാർ മൈക്കാത്തില്ല, കൈയടിക്കണം ഉറപ്പാ, എവിടെയൊക്കെ കൊണ്ടിരുന്നത് ഉറപ്പായിരിക്കും. നമ്മൾ എത്ര പറഞ്ഞത് എല്ലാവരും ഒരേ പോലത്തെ ഡ്രസ് ഇട്ടിട്ട് വരുന്നത് അത് കണ്ടില്ല. മാനിനെടുത്ത നോക്കി, ഇത് ഇങ്ങനെയുള്ള കുസൃതികൾ ശരിക്കും കുസൃതിയാണ്, കുനിഷ്ഠമാണ്, ഒരു പിന്നെയാണ് പോട്ടെ. അതൊക്കെ ഇതിന്റെ പാർട്ടും പാർസലാണ് എടുക്കുക. ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കരുത്. ഇത്രയൊക്കെ നാരായണീയം വായിച്ചിട്ട് ഇങ്ങനെയാണോ ചിന്തിക്കുന്നത്? നോ, അത് നമ്മൾ ഉള്ളിലോട്ട് ഈശ്വരനെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉള്ളിലുള്ള ചില പാകപ്പിഴകളൊക്കെ പുറത്തു വരുന്ന അതിനെന്തിനും പേടിക്കണേ. എന്റെ ചിന്ത ഇപ്പൊ എൻ്റെ അടുത്ത് ഒരാൾ പറയണ്ട, സ്വാമിക്ക് കുറച്ച് കുനിഷ്ഠല്ല ഉണ്ടെന്ന്. എന്താ പ്രോബ്ലം? എന്തിനു വരെ ഇരിക്കും? പിന്നെ എനിക്ക് എന്തെന്തൊരു പേടിക്കണേ ഉണ്ട്. ഞാനത് മാറ്റും എന്ന് പറയുന്നിടത്താണ് ഉണ്ട്. അപ്പൊ അതിനെന്താ വേണ്ടത്? ഒരു കാഴ്ചപ്പാടാണ് ഉണ്ടാവുന്നത്. ആ കാഴ്ചപ്പാട്ടിലേക്കാണ് നമ്മൾ ഒന്നാമത്തെ ശ്ലോകം പോകുന്നത്. ആ ഒറ്റ ശ്ലോകമേ ഞാൻ പറയാനും ഉദ്ദേശിച്ചത്. എന്തുകൊണ്ടാണെന്നറിയോ? ആ ശ്ലോകം എനിക്ക് അറിയുന്നത് അറിയില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സാന്ദ്രാനന്ദാവബോധാത്മക അനുഭവിതം കാലദേശാഭ്യാം നിർമുക്തം അല്ലെ? നമുക്കെല്ലാവരും അറിയാം. ഇതാണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ നമ്മൾ എടുക്കേണ്ട മനോഭാവം. വിത് എന്ന ധാതുവിനുണ്ട് അറിയുക. ഇപ്പൊ വേദ എന്ന് പറഞ്ഞാൽ നോളേജ് അല്ലെങ്കിൽ അറിവ് എന്നതാണ്. എന്ത് അറിവാണ് നമുക്ക് വേണ്ടത്? ഇന്നലെ എനിക്കൊരു ഗ്രൂപ്പുണ്ട്, കുട്ടികൾക്കുള്ള ഗ്രൂപ്പ്. അപ്പോൾ ആ ഗ്രൂപ്പിനകത്ത് നമ്മൾ എല്ലാ ദിവസവും വിവേകാനന്ദ സ്വാമികളുടെ ഒരു സൂക്തം, അദ്ദേഹം പറഞ്ഞൊരു വാക്ക് എപ്പോഴും നമ്മൾ എടുത്ത് അതിനകത്ത് ഇടാറുണ്ട്. ഇന്നൊക്കെ ഇട്ടത് വളരെ എന്താ പറയുക ശ്രദ്ധേയമായ ഒരു ഇതാണ്. ഇന്നലെ ഇട്ടത് ഇംഗ്ലീഷിലാണ് കേട്ടോ സ്വാമി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അതിന് ഇംഗ്ലീഷിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് അറിയാവുന്ന ഇംഗ്ലീഷ്. ബ്രിങ് ലൈറ്റ് ടു ദ ഇഗ്നറന്റ്. അറിവില്ലാത്ത ആളുകൾക്ക് ജ്ഞാനത്തിന്റെ പ്രകാശം കൊടുക്കും. ആൻഡ് മോർ ലൈറ്റ് ടു ദ എഡ്യൂക്കേറ്റഡ്. അവരെക്കാൾ ഏറെ പ്രകാശം കൊടുക്കേണ്ടത് ആർക്കാണ്? വിവരമുള്ളവർക്കാണ്. കാരണം ഫോർ ദ വാനിറ്റീസ് ഓഫ് എഡ്യൂക്കേഷൻ ഓഫ് അവർ ടൈം ആർ മോർ. ഈ പഠിച്ചതിന്റെ അഹങ്കാരം ഭക്തിയിൽ ഉണ്ടാവാൻ പാടില്ല. ഭക്തിയുടെ അഹങ്കാരം പാടില്ല. ഞാൻ ഈ നേരത്തെ പറഞ്ഞ കുസൃതികളൊക്കെ ഭക്തിയുടെ അഹങ്കാരത്തിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്താ ചെയ്യുന്നത്? നോക്കും, നിങ്ങൾ ചെയ്യുന്നത് മറ്റുള്ളവരെ ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പൊ നമുക്ക് എന്താണ് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ചിത്രം? അതാണ് ഇവിടെ പറയുന്നത്. സാന്ദ്രാനന്ദ അവബോധാത്മക വിധം. സാന്ദ്രം എന്ന് വെച്ചാൽ ഇടി, വളരെ വളരെ കട്ടികൂടിയത്. സാന്ദ്രം വളരെ തിക്കായിട്ട്. അത് എങ്ങനെയുള്ളതാണ്? ആദ്യം നമുക്ക് നോക്കാം. ഭഗവാനെ നമ്മൾ ധ്യാനിക്കുന്നു. ഈ മംഗള ശ്ലോകങ്ങൾ, ഇതിന് നമ്മൾ മംഗള ശ്ലോകം എന്നാണ് പറയാം. നമ്മൾ ഒരു ഉപനിഷത്ത് പഠിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈശോവാസ ഉപനിഷത്താണെങ്കിൽ അതിനകത്ത് ആദ്യം തന്നെ ഒരു ശാന്തി പാഠമാണ്. ഓം പൂർണ്ണ ശാന്തി പാഠം. അതുപോലെ നമ്മൾ ഏതെങ്കിലും പുസ്തകം പഠിക്കുകയാണെങ്കിൽ
ആ പുസ്തകത്തിലല്ല, നമ്മൾ ഭാഗവതം വായിക്കണമെങ്കിൽ അവിടെ എന്താ ജന്മാതിശയുള്ളത് അതിൻ്റെ ഒരു മംഗളശ്ലോകം. ഈ മംഗളശ്ലോകങ്ങൾ 2-3 തരത്തിലാണ് ഉപയോഗിക്കുന്നത്. ഒന്ന്, ഈ പുസ്തകത്തിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് മുഴുവൻ ആ മംഗളശ്ലോകത്തിലേക്ക് പറയും. അങ്ങനെയാണ് ഇവിടെ മേൽപ്പത്തൂരിൽ രചിച്ചിരിക്കുന്നത്. ഈ 1-ാമത്തെ ശ്ലോകത്തിൽ ഈ എൻ്റെ രാമായണ നാരായണീയത്തിൻ്റെ അന്തസത്ത ഉണ്ട്. നിങ്ങൾ ഭാഗവതമൊക്കെ വായിക്കുന്നത് ഭാഗവതത്തിൽ ഒരു ഭാഗം പറഞ്ഞിട്ടുണ്ട്, കഥായി മാസത്തെ ഈ കഥകളെല്ലാം നിങ്ങൾ നാരായണ സ്പെഷ്യലിസ്റ്റ് ഭാഗവതം പ്ലീസ്, അങ്ങനെയാണോ? ഓക്കെ, നമ്മളെല്ലാം വായിക്കുന്നത്. അപ്പൊ അവിടെ കഥായി മാസത്തെ ഈ ഞാൻ പരീക്ഷത്തിനോട് പറയണേ, ശിവൻ പറയണേ, പരീക്ഷത്തിൽ ഞാൻ ഈ പറഞ്ഞ കഥകളെല്ലാം വാചോ വിഭൂതി, വാക്കുകളുടെ വിലാസമാണ്, എന്നത് പാരമാർത്ഥി, അത് പരമാർത്ഥമല്ല. ഈ കഥകളെല്ലാം പരമാർത്ഥമല്ല, വാക്കുകളുടെ വിഭൂതിയാണ്. അപ്പൊ എന്തിനാ ഈ കഥകൾ ഇങ്ങനെ വിസ്തരിച്ച് പറഞ്ഞത്? കാര്യം മനസ്സിലാക്കാൻ. ആ കാര്യം എന്താണ്? അത് 1-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. എന്താണ്? ജന്മാദശ എന്നുള്ളത് പറഞ്ഞു. അതുപോലെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഈ 1-ാമത്തെ ദശകം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കഥകളിലേക്കാണ് പോകുന്നത്. നിങ്ങൾ 84. ഓക്കെ, അപ്പൊ ഇതുവരെ നമ്മൾ വായിക്കുന്നില്ല. ഞാൻ വരുമ്പോൾ സത്രാജിന്റെ പറ്റിയാണ് കഥ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെ ഈ കഥകളെല്ലാം ഈ കഥകളെല്ലാം തന്നെ കാര്യത്തിലേക്ക് നമ്മളെ നയിക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെ പുസ്തകത്തിൽ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് മുഴുവൻ മംഗളാചരണ സമയത്ത് ആദ്യത്തെ ശ്ലോകത്തിൽ അവിടെ പറഞ്ഞിരിക്കും. മംഗളാചരണം എന്ന് വെച്ചാൽ അതൊരു ശിഷ്ട ആചാരമാണ്. ശിഷ്ടം എന്ന് വെച്ചാൽ ദുഷ്ടന്റെ ഓപ്പോസിറ്റിന്റെ പേരാണ് ശിഷ്ടം. എന്ന് വെച്ചാൽ നല്ല ആളുകൾ ചെയ്യുന്ന ഒരു ആചാരമാണ് മംഗളാചരണം. ഒരു ഗ്രന്ഥം പരിസമാപ്തി അല്ലെങ്കിൽ ജീവിതം നമുക്ക് പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ ജീവിതത്തിന്റെ തുടക്കം മംഗളാചരണത്തിനോടുകൂടി വേണം തുടങ്ങാൻ. അതുകൊണ്ടാണ് നമ്മുടെ മുതിർന്നവരെന്ന് പറഞ്ഞു രാവിലെ തന്നെ മംഗളം ചൊല്ലേണ്ടത്. ഏത് മംഗള? ശങ്കരായ മംഗളം എന്നല്ല, കരാഗ്രീവശ്രീ കര വിദ്യ സരസ്വതി എന്നുള്ള മംഗളം ചൊല്ലിയിട്ടാണ് നമ്മൾ രാവിലെ എണീക്കേണ്ടതും ചെയ്യേണ്ടതും. നമ്മൾ ചെയ്യുന്നുണ്ടോ ഇല്ലെന്നത് നമ്മൾ നിൽക്കട്ടെ, ചെയ്യേണ്ടതല്ലേ. അല്ലെങ്കിൽ നമ്മൾ സാധാരണ നമ്മുടെ നാട്ടുമ്പുറത്തുകാരൊക്കെ എണീറ്റിലേക്ക് കൃഷ്ണ ഗുരുവായൂരപ്പ എന്നൊരു അത് തന്നെയാണ് മംഗളാചരണം. അപ്പൊ അങ്ങനെ ഒരു ആചരണമുണ്ട്. അപ്പൊ അതില് 1-ാമത്തെ രീതിയിൽ പറയുന്നത് ഈ പുസ്തകത്തിൽ എന്താണോ പറയാനുള്ളത് അത് മുഴുവൻ ഒരു ശ്ലോകത്തിൽ തന്നെ പറഞ്ഞു വയ്ക്കും. 2, ഇതിൽ ആരെ കുറിച്ചാണോ പറയേണ്ടത് അതിനെക്കുറിച്ചുള്ള ഒരു സൂചന ഇവിടെ തന്നു. ഗുരുഭവനവരെ ഇവിടെ സൂചിപ്പിച്ചു. 3, അവനവന്റെ ഗുരുവിനെ കുറിച്ച് ഓർക്കുന്നുണ്ട്. ഇങ്ങനെ 3 തരത്തിൽ മംഗളാചരണമുണ്ട്. അപ്പൊ ഇവിടെ മേൽപ്പത്തൂർ നമുക്കറിയാം, കേരളം കണ്ടിട്ടതെന്ന് വെച്ച് അല്ലെങ്കിൽ ലോകം കണ്ടിട്ടതെന്ന് വെച്ച് ഏറ്റവും നല്ല കവികളിൽ ഒരാളാണ് മേൽപ്പത്തൂർ. അദ്ദേഹം ഈ 1-ാമത്തെ ദശകത്തിൽ 1-ാമത്തെ ശ്ലോകത്തിൽ തന്നെ ഈ പുസ്തകത്തിൽ എന്താണോ ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഭഗവാൻ ആരാണ്, അതുകൊണ്ടാണ് അതിനെ ഭഗവാന്റെ സ്വരൂപം എന്ന് പറയുന്നത്. ആ ഭഗവാൻ ആരാണ്, ആ ഭഗവാനെ കുറിച്ചുള്ള ഇനി ഭഗവാന്മാരെ നമുക്ക് 3 തരത്തിലാണ് മുഖ്യമായിട്ട് കാണുന്നത്. 1, ഗുണത്തോട് കൂടിയിട്ടുള്ളതും രൂപത്തോട് കൂടിയിട്ടുള്ളതുമായ ഭഗവാന്മാർ. ഗുണത്തോട് കൂടിയിട്ടുള്ളത് കൊണ്ട് തന്നെ സഗുണമെന്നും രൂപത്തോട് കൂടിയിട്ടുള്ളത് കൊണ്ട് തന്നെ സാകാരമെന്നും പറയും. സഗുണ സാകാര ഈശ്വരൻ ഇവിടെ കണ്ടത് കാണുകയാണ്. ഇവിടെ രൂപവുമുണ്ട്, ആ ഭഗവാന് ചില ഗുണങ്ങളും ഉണ്ട്. അപ്പൊ സഗുണ സാകാരമായിട്ടുള്ള ഈശ്വരന്മാര് 1-ാമത്. ഈ കുട്ടികൾ നന്നായിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചാൽ പോകാനുള്ള തിരക്കിലാണ്, പിന്നെ മനസ്സിലായത് സംസാരിക്കാനുള്ള തിരക്കിലാണ്. ഇതൊക്കെയാണ്. ഓക്കെ, സഗുണ സാകാര രൂപമുണ്ട്, അതിന് 2 രൂപമില്ല, ഗുണമുണ്ട്. അപ്പോ നിരാകാരമാണ്, നിർഗുണമല്ല. നിരാകാര അതേസമയത്ത് സഗുണമാണ്. 3 രൂപവുമില്ല, ഗുണവുമില്ല. അതാണ് പരബ്രഹ്മം. പരബ്രഹ്മത്തിന് 3 ഗുണവുമില്ല, സത്വവുമില്ല, രജസുമില്ല, തമസ്സും. അപ്പൊ നിർഗുണ നിരാകാരത്തെ എന്ന് പറയും. അങ്ങനെയുള്ള നിർഗുണ നിരാകാരത്തെ ബ്രഹ്മത്തെയാണ് ഇവിടെ സൃഷ്ടിപ്പിച്ചിരിക്കുന്നത്.
ഒന്നാമത്തെ ശ്ലോകത്തിൽ അവിടെയും സൂചിപ്പിച്ചത് ജന്മാദിസ്യ. അത് തന്നെയാണ് ചതുശ്ലോകി ഭാഗവതം എന്ന പേരില് ഭഗവാൻ വിഷ്ണു ബ്രഹ്മദേവനും നാരദ മഹർഷി വന്ന് വ്യാസ ഭഗവാന് വരെ പറഞ്ഞു കൊടുത്തത് ഈ ചതുശ്ലോകി ഭാഗവതം. വേദാന്തത്തിന്റെ അല്ലെങ്കിൽ എന്താണോ നമുക്ക് പഠിക്കാനുള്ളത്, എവിടെയാണോ നമ്മുടെ മനസ്സ് കേന്ദ്രീകൃതമാവേണ്ടത്, അത് ഇവിടെ. ഇന്ന് നമുക്ക് ആ വിഷയത്തിലേക്ക് വരുമ്പോൾ സാന്ദ്രാനന്ദം, ആനന്ദത്തിന്റെ തീക്ഷ്ണത അല്ലെങ്കിൽ ആനന്ദ ഘനമാണ് ഈശ്വരൻ. എന്താ പറഞ്ഞത്? ആനന്ദ ഘനമാണ് ഈശ്വരൻ. ആ ഈശ്വരന്റെ ഹൃദയത്തിലേക്ക് സന്നിവേശിച്ചാൽ എങ്ങനെ ഉണ്ടാവും മുഖം? ആനന്ദഘനമായിട്ടുള്ള ഈശ്വരനാണ് നമ്മളുടെ കൃഷ്ണനെങ്കിൽ ആ കൃഷ്ണൻ നമ്മുടെ ഹൃദയത്തിലോട്ട് വരുമ്പോൾ എന്തുണ്ടാവും? നമ്മളിൽ ആനന്ദത്തിന്റെ പ്രസരണങ്ങള്. അപ്പൊ എപ്പോഴൊക്കെ നമ്മളുടെ ആനന്ദത്തിന് കുറവ് വരുന്നു അപ്പോഴെല്ലാം നമ്മൾ ഈശ്വരനിൽ നിന്ന് അകലെ നിൽക്കുന്നു. സാന്ദ്രാനന്ദം അതെങ്ങനെ? അവബോധാത്മകം. ഇത് അനുഭവിച്ചറിയേണ്ടത്. നമുക്ക് രണ്ട് അറിവുകളാണുള്ളത്. ഒന്ന് കേട്ടറിവുകൾ, പിന്നെ അനുഭവിച്ച അറിവുകൾ. ഇവിടെ അനുഭവിച്ചാണുള്ളത്. എങ്ങനെയുള്ള കൃഷ്ണനെ അനുഭവിച്ചറിയുന്നത്? അനുപമിതം, ഉപമയില്ലാത്തത്. ബാക്കി എല്ലാറ്റിനും നമുക്ക് ഉപമയില്ല. ഈശ്വരന് പോലും നമ്മൾ ഉപമയില്ല. ഉപമകളിലൂടെയാണ് നമ്മൾ അറിയുന്നത്. ഇപ്പൊ ഭഗവാന്റെ നിറത്തെ കുറിച്ച് നമ്മൾ എങ്ങനെ പറയാ? നീലമേഘ ശ്യാമ രാധേ ഗോവിന്ദ. അപ്പൊ അവിടെ ഉണ്ട് അല്ലേ? നീലമേഘ ശ്യാമ കളറുള്ള കളറാണ്. അതേ ഭഗവാൻ തന്നെ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, അവജാനന്തി മാമൂഢ മാനുഷം തരും ആശ്രിതമാണ്. എന്ന് വെച്ചാൽ എന്നെ കുറിച്ച് വിവരമില്ലാത്ത ആൾക്കാരാണ് ഞാൻ ശരീരമുള്ളവരാണെന്ന് ധരിച്ചിരിക്കുന്നത് എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു കാര്യം ഉറപ്പുണ്ട്, ഭഗവാൻ രൂപത്തോടു കൂടിയിട്ടുള്ള ആളുമാണ്. അതേ സമയത്ത് രൂപം അത് നമ്മളുടെ മനസ്സിൽ കയറണം. അപ്പൊ രൂപത്തോടു കൂടി നമ്മുടെ തുടക്കമാണ് രൂപത്തോട് അനുഭവമുണ്ട്. അപ്പൊ ഇന്നത് പോലെ എന്ന് നമുക്ക് പറയാനില്ല. ഈശ്വരനെ പോലെ ഒരാളില്ല, ഈശ്വരൻ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാറ്റിനും പോലെകളുണ്ട്. അനുഭവിക്കും. കാലദേശാവധിഭ്യ, കാലം ദേശം, അതിന് നമ്മൾ പറയാം എന്താ പറയാ, ഈ രണ്ട് പരിമിതികളുണ്ട്. കാലത്തിന്റെ പേര്. ഒരു 100 കൊല്ലം മുമ്പ് നമ്മളുണ്ടോ? ഇല്ല. ഇനി ഒരു 100 കൊല്ലം കഴിഞ്ഞ് ഉണ്ടാവോ? ഉണ്ടായി ഉറപ്പല്ലേ? ഒരിക്കലും ഒരു അമ്മൂമ്മ, ഇവിടെ കുറെ അമ്മൂമ്മമാരെ കണ്ടപ്പോൾ ഓർമ്മ വന്നത്, ഒരു അമ്മൂമ്മ കൊച്ചു മോളുടെ പോലെ എപ്പോഴും സ്നാക്സ് കഴിക്കും 4 മണിക്ക് മുതൽ. അപ്പൊ 4 മണി ആളാണല്ലേ സ്നാക്സിന്റെ ടൈമായി. ചിലർക്ക് ഇങ്ങനെ ചായ കുടിക്കുന്ന സമയത്ത് കൃഷ്ണപിള്ളേർക്ക് ചായ കിട്ടുമോ? അപ്പൊ ഇങ്ങനെ സ്നാക്സ് കഴിക്കുക. LKG പഠിച്ചിട്ട് കുട്ടിയാ. അമ്മൂമ്മ വെച്ചിട്ട് വലിയ അമ്മൂമ്മ ഇട്ട അമ്മൂമ്മയുടെ അമ്മയാണ്. അമ്മൂമ്മയുടെ അമ്മ. അപ്പൊ 85 വയസ്സിന് നോട്ടോട്ടായിട്ട് കിടക്കുക. അപ്പോഴാണ് ഈ ചെറിയ കുട്ടി വന്നു സ്നാക്സ് കഴിക്കുക. അപ്പൊ അമ്മൂമ്മ ഇങ്ങനെ കരയണം. അപ്പൊ വല്യമ്മൂമ്മ എന്റെ കരയണമെന്ന്. അപ്പൊ വല്യമ്മൂമ്മ പറയാ, നിന്റെ കാലം കഴിഞ്ഞിട്ട് ഞാൻ ആരുടെ കൂടി കഴിക്കുകയെന്ന്. നമ്മുടെയൊക്കെ ധാരണയാണ്, നിങ്ങളൊക്കെ ചത്താലും ഞാൻ കറങ്ങില്ല. അപ്പൊ കാലം, നമ്മളെല്ലാം കാലത്തിന്റെ പരിമിതിയിൽ കിട്ടുന്നത്. ഈ കൃഷ്ണ ഭഗവാൻ പറയാം, അദ്ദേഹം സമാധിയായിട്ട് എത്ര വർഷമായി? 5000 ചില വർഷം, 200 ചില വർഷം, അല്ല 1126 വർഷം. അദ്ദേഹം വരെ കാലത്തിന്റെ ഘടനയിൽപ്പെട്ടു ഈ രൂപം. അപ്പൊ ഈ രൂപത്തിന് മുമ്പും എന്തുണ്ട്? പരബ്രഹ്മമുണ്ട്. അപ്പൊ നമ്മൾ ഈ രൂപത്തെ കാണുമ്പോൾ എങ്ങനെ കാണുന്നത്? അപ്പൊ നമ്മള് ഇന്ത്യയുടെ ഫ്ലാഗ് അല്ലേ? ആ ഫ്ലാഗിൽ നമ്മൾ കാണുമ്പോൾ, ആ ഫ്ലാഗിനെ നമ്മൾ ബഹുമാനിക്കുമ്പോൾ നമ്മൾ ആ തുണിയെ അല്ല ഓർക്കുന്നത്, ഇന്ത്യ എന്ന മഹാരാജ്യത്തെ. പക്ഷെ ഭഗവാന്റെ കേസിൽ വരുമ്പോൾ ഈ ഭഗവാനെ മാത്രം നമ്മൾ ഇവിടെയുള്ള ഈ ഒരു ബിംബത്തെ മാത്രം നമ്മൾ ഓർക്കുമ്പോഴാണ് നമ്മൾ നാരായണത്തിൽ നിന്ന് മാറുന്നത്. ഈ ഇത് കാണുമ്പോൾ ആരെ ഓർക്കണം? അനുഭവം, ഉപമയില്ലാത്ത കാലദേശാവധിഭ്യം, കാലത്തിന് അതീതമായ ഒരു കൃഷ്ണനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റും. ദേശത്തിന് അതീതമായ കൃഷ്ണനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റും. പരബ്രഹ്മത്തെ കുറിച്ച് ചിന്തിക്കാൻ. നമ്മള് കാലത്തിന് ഉള്ളിൽ നിൽക്കുന്നു, കുഴപ്പമില്ല. പക്ഷെ അതാണ് നമ്മളുടെ മനസ്സിലുള്ളത്.
കാലദേശാധിപത്യം, നിത്യമുക്തം. മുക്തം എന്ന് വെച്ചാൽ മോചനം. അപ്പൊ നമ്മളിപ്പോ എന്തിന്റെ അടിമയാണ്? നമ്മുടെ ശരീരത്തിന് അടിമ. നമ്മുടെ സംസ്കാരം അനുസരിച്ച് രാവിലെ നമ്മൾ ചൊല്ലുന്നൊരു ശ്ലോകമുണ്ട്. എത്ര പേര് ചൊല്ലുന്നെന്ന് എനിക്കറിയില്ല. രാവിലെ ഉണരുമ്പോൾ പ്രാതസ്മരണീയമായിട്ടൊരു ശ്ലോകമുണ്ട്. അതെല്ലാം ചൊല്ലുന്നത് അവസാനം ആ ബ്രഹ്മമാണ് ഞാൻ എന്നാണ്. അപ്പൊ ആ ബ്രഹ്മമാണ് നമ്മുടെ ഭഗവാന്റെ ദിനചര്യ നോക്കിയത്. ഭാഗവതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹം ആദ്യം എണീറ്റുള്ളത് എന്താ ചെയ്യുക? പരബ്രഹ്മ ധ്യാനം ചെയ്തു എന്നാണ് പറയാ. ഭഗവാൻ എന്താ ചെയ്തത്? നിങ്ങൾ ഭഗവാന്റെ ദിനചര്യ എന്ന ഭാഗവതത്തിലുള്ള അധ്യായങ്ങളൊക്കെ വായിച്ചു നോക്കുക. രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിലെടുത്ത് എണീറ്റ് മുഖം മാത്രം ശുദ്ധി, കൈകാലുകൾ മുഖം ശുദ്ധിയെല്ലാം വരുത്തി പരബ്രഹ്മ ധ്യാനം ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം കുളിക്കുന്നത് പോലും. ഭഗവാൻ നമുക്ക് കാണിച്ചു തരികയാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഭഗവാനെ കുറിച്ച് ഒരക്ഷരം പറഞ്ഞിട്ടില്ല. ഈ ഭഗവാനെ കുറിച്ച്, രൂപമുള്ള ഭഗവാനെ കുറിച്ച് ഒരക്ഷരം പോലും നിർമുക്തം. അപ്പൊ എല്ലാ തരത്തിലുള്ള മോചനവും കിട്ടും. നമുക്ക് ഏതൊക്കെ നമ്മളെ ബന്ധിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഈ ശരീരം താനാണെന്നുള്ള ബോധമാണ് എല്ലാ ബന്ധനത്തിന്റെയും ഉറവിടം. അപ്പൊ ഈ നാരായണീയം വായിക്കും തോറും ശരീരം താനാണെന്നുള്ള ബോധം കൂടണോ കുറയണോ? കുറയണം. നമ്മൾ കുറയുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. കൊണ്ട് പലപ്പോഴും നമുക്ക് തോന്നുന്നത് കൂടുകയാണോ എന്ന് ഡൗട്ട് വരും. നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ഒരേ കളർ, നീ മാത്രം ജയിക്കുന്നത്. ഇതിനകത്താണോ നാരായണീയം? ഹൗ ഡസ് ഇറ്റ് മെറ്റർ? നമുക്ക് നമ്മുടെ നാരായണീയത്തിനാണോ പ്രാധാന്യം കൊടുക്കുന്നത്? ഈ ശീലിക്കാം. ആലോചിച്ച് നോക്കൂ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അപ്പൊ എവിടെയാണോ ഫോക്കസ്ഡ് ആവേണ്ടത് അവിടെ നിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ സമാധാനം ഉണ്ടാവുന്നത്. ഓക്കെ. അപ്പോൾ ശരീരത്തിന് അടിമയുണ്ട്. പിന്നെയോ വേഷങ്ങൾക്ക് നമ്മൾ അടിമയാണ്. ഏത് വേഷം? ഭർത്താവ്, ഭാര്യ. ഞങ്ങൾ എന്നെ പഠിക്കുന്ന സമയം എപ്പോഴും പറയുന്നത് ഈ ലോകത്ത് രണ്ടു തരം ആൾക്കാരുണ്ട്. ഒന്ന് സമാധാനമുള്ള ആൾക്കാരും പിന്നെ കല്യാണം കഴിച്ച എവിടേക്ക് കത്തി. ഒന്ന് സമാധാനമുള്ള ആൾക്കാരും പിന്നെ നിങ്ങൾ ആരാ ദുഃഖിക്കുന്നത്? അമ്മയാണ് ദുഃഖിച്ചത്, സ്ത്രീയല്ല ദുഃഖിച്ചത്, ഭർത്താവാണ് ദുഃഖിച്ചത്, പുരുഷനല്ല ദുഃഖിച്ചത്, മകനാണ് ദുഃഖിച്ചത്, പുരുഷനല്ല ദുഃഖിച്ചത്. നമ്മൾ ഈ ആത്മാവിലിട്ട വേഷങ്ങളാണ് ദുഃഖിക്കുന്നത്, ആത്മാവല്ല. റൈറ്റ്? മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ എവിടെയാണ് വേണ്ടത്? നമ്മുടെ ശ്രദ്ധ ഈ വേഷങ്ങളിലാവരുന്നേ. ഈ വേഷത്തിൽ ഈ വേഷത്തിലെ ആവരുതെന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഈ വേഷത്തിലാണ്. അതിനേക്കാൾ അവതരണമല്ല നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പൊ ഇവിടെ നിത്യമുക്തം. അപ്പൊ ദേശകാലത്തിൽ നിന്ന് മാറണം. പിന്നെ ഈശ്വരൻ ഇവിടെ മാത്രമല്ല, സർവ്വവ്യാപിയാണ്. ശരിക്കും നാരായണീയ ഭക്തരായിട്ട് നമ്മൾ ചെയ്യേണ്ടത് യാതൊന്നും കാണുന്നത് അതിനെ ഉയരണം. അപ്പൊ നമ്മൾ മറ്റൊരാളോട് ഇടപെടുമ്പോൾ അതെല്ലാം ഈശ്വരന്റെ അവതാരങ്ങളാണെന്നുള്ള വിനയത്തോടു കൂടി വേണം നമ്മളതിലേക്ക്. അതല്ലാതെ ഞാൻ ഈശ്വര ഭക്തരാണ്, ഇതൊക്കെ ഭക്തി ഇല്ലാത്ത ആൾക്കാരാണ്, അവർക്കെന്താ ഒന്ന് വന്ന് ഇരുന്നാലെന്താ? നമ്മൾ ആരാ അവരുടെ ഭാവി നിശ്ചയിക്കാൻ? അനുവാദം ഭഗവാൻ നിങ്ങൾ തന്നിട്ടുണ്ടോ? ഇന്ന് മുതൽ നിങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ ഈ നാട്ടുകാരുടെ ചുമതല സ്റ്റാമ്പിൽ തന്നിട്ടുണ്ടോ? ഇല്ല. 4 ലക്ഷം കൂട്ടി വായിച്ചതിന്റെ അഹങ്കാര. ഓക്കെ. അപ്പൊ അതെങ്ങനെ വേണം? കാലദേശത്തിൽ നിന്നും വിമുക്തമായിട്ടുള്ളത്. അപ്പൊ നമ്മുടെ മനസ്സ് കാലത്തിലും ദേശത്തിലും ഇടപെട്ടിരിക്കുകയാണ്. കാലം ഇന്നിന്റെ വർഷങ്ങൾ, ദേശം, ഉത്തരദേശം, ദക്ഷിണദേശം, അങ്ങനെ ദേശത്തിലുണ്ട്. ഈ കാലദേശങ്ങൾ കൊണ്ട് കാലദേശങ്ങളാകുന്ന പരിമിതി ഇല്ലാത്തതാണ് ഈശ്വരൻ അഥവാ പരിജ്ഞാനം. ആത്മാവ് എന്താണെന്ന് ചോദിക്കുന്നത്.
അപ്പൊ ആത്മാവ് എന്താണെന്നുള്ളതിന്റെ ഡെഫിനിഷൻ പറയുന്നത്, ആത്മാവ് 3 അവസ്ഥകൾക്കും അതീതമാണ്. ഏതൊക്കെ 3 അവസ്ഥ? ജാഗ്രത അവസ്ഥ, ഉണർന്നിരിക്കുന്ന അവസ്ഥ, പിന്നെ സ്വപ്നാവസ്ഥ, പിന്നെ സുഷുപ്തി അവസ്ഥ. അപ്പൊ ഈ 3 അവസ്ഥയിലും ഈശ്വരൻ വ്യക്തിയാണ്. ആത്മാവ് 3 അവസ്ഥയ്ക്ക് അതീതമാണ്. അവസ്ഥാത്രയ സാക്ഷി എന്നാണ് പറയുന്നത്. ഈ 3 അവസ്ഥകളുടെയും സാക്ഷിയാണ്. ഇപ്പൊ നന്നായി ഉറങ്ങി എന്ന് പറയുമ്പോൾ ആ ഉറങ്ങിയ കാര്യം അറിഞ്ഞ ഒരാളുണ്ടല്ലോ, ആ ബോധമാണ്, അതാണ് ആ ആത്മബോധം എന്ന് പറയുന്നത്. ആ ബോധമാണ് ഈശ്വരൻ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തത്. ആ ബോധത്തിൽ നിന്നുകൊണ്ടാണ് നിർമുക്തം, നിത്യമുക്തം, പിന്നെ നിഗമ ശതസഹസ്രേണ, സഹസ്രം വെച്ചാൽ 1000, സഹസ്രേണ എന്ന് വെച്ചാൽ 1000, നിഗമം എന്ന് വെച്ചാൽ വേദന. അപ്പോൾ ധാരാളം വേദങ്ങളിലൂടെ അല്ലെങ്കിൽ ശ്രുതി വാക്യങ്ങളിലൂടെ നമുക്ക് 2 പുസ്തകങ്ങളാണ് ഉള്ളത്. ഒന്ന് ശ്രുതി എന്ന് പറയും, പിന്നെ സ്മൃതി. കേട്ടിട്ടുണ്ട്? മക്കളുടെ പേരല്ലേ ഞാൻ ഉദ്ദേശിച്ചത്. ശ്രുതിയുണ്ട്, സ്മൃതിയുണ്ട്, അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ശ്രുതി, സ്മൃതി, പുരാണാനം, ആലയം എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ ശ്രുതിയുണ്ട്, സ്മൃതിയുണ്ട്, പുരാണമുണ്ട്, പിന്നെ ഇതിഹാസവുമുണ്ട്. ഇത് പുരാണം, ഇതിഹാസം, ശ്രുതി, ഇതുവരെ പുരാണം, ഇതിഹാസം, സ്മൃതി, ഇതുവരെ ശ്രുതിയല്ല സ്മൃതി, ഇതുവരെ ഉള്ള കാര്യങ്ങൾ ഇപ്പൊ പുരാണത്തിൽ പറഞ്ഞു, ഇതിഹാസത്തിൽ പറഞ്ഞു, സ്മൃതിയിലും പറഞ്ഞു. ഇപ്പൊ ഭാഗവതം എന്താണ്? പുരാണം. ഓക്കെ, അപ്പൊ ഭാഗവതം ഒരു കാര്യം പറഞ്ഞു. ആ ഭാഗവത പുരാണത്തിന്റെ സംക്ഷിപ്തമായ രൂപമാണ് നാരായണീയം. അപ്പൊ ഇവിടെ ഒരു കാര്യത്തിൽ ഒരു ഇത് പറഞ്ഞു. ഇതിൽ പറയുന്നു, അതേ സമയത്ത് വേദോപനിഷത്തുകളിലെ ശേതാശ്വര ഉപനിഷത്തോ അല്ലെങ്കിൽ തൈത്തരീയ ഉപനിഷത്തോ അല്ലെങ്കിൽ കഠോപനിഷത്തോ ഏതെങ്കിലും ഉള്ളൂ, ഇതില് പരസ്പര വിരുദ്ധത വന്നു. ഉപനിഷത്തിൽ പറയുന്നതല്ല ഇതിൽ പറയുന്നതെങ്കിൽ നമ്മൾ തള്ളേണ്ടത് ഏതിനെയാണ്? ഭാഗവതയാണ്, അല്ലെങ്കിൽ ശ്രുതിയെ, അല്ലെങ്കിൽ സ്മൃതിയെ. അപ്പൊ ഇവിടെ ഈ നിഗമ ശ്രുതികളിലൂടെ പറയപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ ശ്രുതിയിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ ഏറ്റവും പരമപ്രമാണമായിട്ടുള്ള ഗ്രന്ഥം വേദങ്ങളാണ്. ആ വേദങ്ങളിൽ പറഞ്ഞ കാര്യത്തെ ഇവിടെ നമുക്ക് പറഞ്ഞു തരിക. അത് എങ്ങനെയുള്ളതാണ്? ചില ഭാഗത്ത് നിർഭാസ്യമാന, ചില ഭാഗത്ത് ഇത് സ്പഷ്ടമാക്കിയിട്ടുണ്ട്. ഈശ്വരൻ ആരാണെന്നും എന്താണെന്നും സ്പഷ്ടമാക്കി വെച്ചിട്ടുണ്ട്. ചില ഭാഗത്താവട്ടെ അസ്പഷ്ടം, ചില ഭാഗത്ത് അത് സ്പഷ്ടമാക്കിയിട്ടുമില്ല. താല്പര്യമില്ലെന്ന് വെച്ചാൽ ഈശ്വരൻ അല്ലെങ്കിൽ പരബ്രഹ്മം. പരബ്രഹ്മം എന്താണെന്ന് ചോദിച്ചാൽ, പരബ്രഹ്മം ഇപ്പൊ നമ്മള് ഒരു ശ്ലോകം ചൊല്ലാറുണ്ട്, നിങ്ങൾ പലർക്കും അറിയുന്ന ശ്ലോകം. മനോബുദ്ധ്യഹങ്കാര ചിത്താനി നാദം നജ ശ്രോത്രജിഹ്വേ നജ ഘ്രാണനേത്രേ നജ വ്യോമഭൂമിർ ന തേജോ ന വായോ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഇതാണ് നമുക്ക് നമ്മുടെ അന്തസ്സ. നമ്മുടെ വേദാന്തങ്ങളുടെ എല്ലാ അന്തസ്സത്തിലാണ് ചിദാനന്ദ രൂപ ശിവോഹം ശിവോഹം. ആ ചിദാനന്ദ രൂപമാണ് താൻ എന്നുള്ള ബോധം ഉണ്ടാക്കി തരുന്നതാണ് സത്യാനന്ദ എന്നുള്ള ആ വാക്യം. എനിക്ക് ഇത് കാണുമ്പോഴുള്ള സന്തോഷമല്ല, ഇത് കണ്ടാലും എനിക്ക് സന്തോഷമുണ്ട്, കണ്ടില്ലെങ്കിലും എനിക്ക് സന്തോഷം. അങ്ങനെയുള്ളൊരു മനസ്സിലേക്ക്. അപ്പൊ ചില ഭാഗത്ത് ഈശ്വരനെ നമുക്ക് പ്രകടീകൃതമാക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മുടെ പുരാണങ്ങളിലെല്ലാം കാണുന്നത്. അതേസമയം ഇതേ പുരാണങ്ങൾ തന്നെ പറയുന്ന ഭഗവാനെ അവിടുത്തെ മായാവൈഭവം കൊണ്ട് അങ്ങ് ആരാണെന്ന് ആർക്കും അറിയില്ല എന്നും ആരാ പറയുന്നത്? ഈ പുരാണം തന്നെയാണ് പറയുന്നത്. അപ്പൊ ഭഗവാന് സ്വരൂപനമാണ്, നിരൂപനമാണ്. ഇപ്പൊ ചില ഭാഗത്ത് ഭഗവാൻ പറയുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഭഗവത്ഗീത തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഗീതയിൽ പല ഭാഗത്ത് പറയുന്നുണ്ട്. ആദിത്യനാമം, ആദിത്യൻ പറഞ്ഞ ഞാൻ ഇന്നയാളാണ്, അക്ഷരാണാം അകാരവസ്മി, അക്ഷരങ്ങളിൽ ഞാൻ അകാരമാണ്. അതുപോലെ ഭാഗവതം പറയണം ധാതുനാമസ്മി കാഞ്ചനം. കാഞ്ചനം പറഞ്ഞത് ധാതു എന്ന് പറഞ്ഞത് സ്വർണ്ണം.
ധാതു മെറ്റൽ, ലോഹം. ധാതുവിനാമസ്മിക്കാരൻ എന്ന് പറഞ്ഞാൽ ലോഹങ്ങളിൽ ഞാൻ സ്വർണമാണ്. മനസ്സിലാവുന്നു? ലോഹങ്ങളിൽ ഭഗവാൻ ആരാണ്? പിന്നെ ആ ഭഗവാൻ എങ്ങനെ പാദസരായിട്ട് കാലിട്ടാന്ന് എനിക്ക് ഇവരെ മനസ്സിലാക്കി. ഞാൻ കാര്യമായിട്ട് വന്നത് ഇത് ഞാൻ തമാശയ്ക്ക് വന്നതല്ല. നിങ്ങൾ ശ്രീമദ് ഭാഗവത് വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, കൃത്യമായിട്ട് പറയുന്നുണ്ട്, ടുവേർഡ്സ് ധാതുവിനാമസ്മി. അതുകൊണ്ടാണ് പറയാൻ പൈസ ഇല്ലാഞ്ഞിട്ടല്ല അവർ പാദസര സ്വർണ്ണമാക്കുന്നത്. നിങ്ങൾക്ക് വെള്ളിക്കൊലുസ് നീ പറയും. നമ്മൾ ഈ ഗ്രന്ഥം പഠിക്കാത്തത് കൊണ്ട് നിങ്ങൾ ആരും കാര്യം കണ്ടിട്ടില്ല. ഞങ്ങളുടെ കാര്യം വീട്ടിൽ കുട്ടികളുടെ കാലേ നമുക്ക് എത്ര സമ്പത്തുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ചില ഭാഗത്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് നമ്മൾ അതിനത്രയും പ്രാധാന്യം കൊടുത്തത് കൊണ്ടാണ് നമ്മളതിനെ കടമക്കാർ പറയാറുണ്ട്, സ്വന്തം കാലിലിടണ്ട എന്ന് പറയാറില്ല. കാശില്ലാഞ്ഞിട്ടല്ല, കാരണം അത് ഈശ്വരൻ. കണി കാണാൻ വെക്കുന്നത് എന്താ അല്ലേ? അത് ഈശ്വരനാണ്. അപ്പൊ ഇങ്ങനെ അപ്പൊ ഇവിടെ സ്പഷ്ടമാണല്ലോ, ഞാൻ ഇതെല്ലാമാണെന്ന് ഭഗവാൻ പറഞ്ഞല്ലോ. അതേസമയത്ത് അവജാനന്തി മാമോദാഹ, എന്നെ കുറിച്ച് അറിയാത്ത ആളുകളാണ് മാനുഷ്യൻ തരും ആശങ്ക. ഞാൻ എന്താ പറയുക, രൂപമുള്ളവനാണെന്ന് പറയുന്നത് എന്നെ കുറിച്ച് അറിയാത്ത ആളുകളാണ്. മൂഢാഹ, എന്നെ കുറിച്ച് ചുറ്റും ചുണ്ണാമ്പം അറിയാത്ത ആൾക്കാരാണ്. ഞാൻ രൂപമുള്ളവനാണെന്ന് പറയുന്നത് ഞാൻ യഥാർത്ഥത്തിൽ രൂപം ഇല്ലാത്തവനാണ്. അപ്പൊ ഭഗവാൻ എങ്ങനെ കാണണം? രൂപമുള്ളതും ഭഗവാനാണ്, രൂപം ഇല്ലാത്തതും ഭഗവാനാണ്. പിന്നെയോ ദൃഷ്ട മാത്രേ, അങ്ങനെയൊക്കെ ആണെങ്കിലും ഒന്ന് കണ്ടാൽ ആ ഭഗവാൻ ഒന്ന് കണ്ടാൽ ഈ ലോകത്തില് ഒരു വെച്ച വലിയ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ പുരുഷാർത്ഥം നമുക്ക് കിട്ടും. അതെന്താണ്? അതാണ് ബ്രഹ്മതത്വം. നമ്മൾ ഇത് വായിക്കുന്നത് നമ്മുടെ ജ്ഞാനപ്പാല വായിക്കുമ്പോൾ ആദ്യത്തെ ശ്ലോകത്ത് ഗുരുനാഥൻ സന്തതം നമ്മളെപ്പോഴും തിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം. നിങ്ങൾ പുറത്തു വരുമ്പോൾ ഞാനൊരു ശ്ലോകം തന്നെ പറയും, എല്ലാവർക്കും എണീറ്റും ആയി. അപ്പോൾ നരജന്മം സഫലമാവണമെങ്കിൽ ഗുരുനാഥന്റെ കൃപ. എന്താ ഈ നരജന്മത്തിന്റെ സാഫല്യം? അത് മോക്ഷം നമുക്ക് മനസ്സിലാക്കാം. മോക്ഷം എന്ന് വെച്ചാൽ എന്തിൽ നിന്നാണ് മോക്ഷം വേണ്ടത്? അവിടെയാണ് നമ്മൾ ഈ നാമരൂപങ്ങളിൽ നിന്ന് മനസ്സ് മാറുന്നത്. എനിക്ക് ഭഗവാൻ എങ്ങനെ കണ്ട പോലെ ഇങ്ങനെ അല്ലാതെയും കാണാം. അതാണ് രാമകൃഷ്ണദേവന് തോതാപുരി വന്നിട്ട് അദ്ദേഹത്തിന് ബ്രഹ്മജ്ഞാനം കൊടുത്തത്. അപ്പൊ അദ്ദേഹം എപ്പോഴും ദേവി ഉപാസകനാണ്. ദേവിയുടെ രൂപത്തിൽ നിന്ന് അപ്പുറത്തേക്ക് പോകില്ല. അപ്പോഴാണ് തോതാപുരി കൊണ്ട് പറഞ്ഞ് നീ അമ്മയെ മാറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ദേവിയെ മറന്നുകൊണ്ടാണ് പരബ്രഹ്മജ്ഞാനത്തിലേക്ക് പോയത്. ഇത് ഭഗവാനാണ്, പക്ഷേ ഇത് അവ്യക്തം എന്ന ഭാവത്തിലാണ്. ഇതിനേക്കാൾ ഉപരിയായിട്ട് മനസ്സ് പോകേണ്ടതുണ്ട്. ഇത് ഞാൻ പറയുന്നതല്ല, ശാസ്ത്രം പറയുന്നത്. ആ ബ്രഹ്മതത്വമാണ് ഗുരുപരമ്പരയെ ഗുരുവായൂരില് സാക്ഷാത്ഭാതി, സാക്ഷാത്തായിട്ട് എങ്ങനെയാണ് ആ പരബ്രഹ്മമുള്ളത്, ആ പരബ്രഹ്മം തന്നെയാണ് ഇവിടെ. അപ്പൊ അവിടെ എന്ത് വരുന്നു? അവിടെ തന്നെ ഗുരുവിനെ അദ്ദേഹം സ്മരിച്ചു. ഈ പുസ്തകത്തിൽ എന്താ പറയാൻ പോകുന്നത്? ബ്രഹ്മതത്വമാണ് ഈ പുസ്തകത്തിൽ പറയാൻ പോകുന്നത് എന്നുള്ളത് അവിടെ പറയുന്നത്. പിന്നെയോ തൻ്റെ ഇഷ്ടദേവതയെ അങ്ങനെ 3 തലത്തിലും അദ്ദേഹം ഈ മംഗള ശ്ലോകം കൊണ്ട് തന്നെ തനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞു വെച്ചു. ഇനി എൻ്റെ വിഷയം നമുക്ക് വേദാന്തം എങ്ങനെ ഇതിലേക്ക് കൊണ്ടുവരാനുള്ളതാണ്. നിങ്ങളെല്ലാം ഞാനത് കണ്ടപ്പോൾ തന്നെ ഞാനിങ്ങനെ ഓർത്തു. ഉച്ചയ്ക്ക് ഊണിൽ കഴിഞ്ഞ് നാരായണയൊക്കെ വായിച്ച് ഉള്ള സമയത്ത് വേദാന്തം പറഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കുന്നുള്ളത്? ആനന്ദം ബ്രഹ്മേതി വിചാരീയാതെ എല്ലാവരും ആനന്ദത്തിലായിരിക്കുന്നുള്ളത്
അറിയാം. നിങ്ങൾ ആരെയും ഞാൻ മോശമാക്കി പറയില്ല. നിങ്ങളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലും നിങ്ങൾ തന്നെ. അതുകൊണ്ട് അത് തെറ്റാണെന്നല്ല പറഞ്ഞത്. എങ്കിലും വിഷയം അങ്ങനെ വെച്ചതുകൊണ്ട് ഇതിലേക്ക് ഇങ്ങനെയാണ് വേദാന്തം പറയുന്നത്. അപ്പോൾ വേദാന്തം എന്ന് പറഞ്ഞത് വേദങ്ങളുടെ പ്രസാദമാണ്. നമ്മൾ എന്തെല്ലാം ഉപാധിയിലൂടെയാണ് അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളിലൂടെയാണ് വേദം വെച്ചാൽ മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ എന്തെല്ലാം ഉപാധിയിലൂടെയാണ് മനസ്സിലാക്കുന്നത്. ഒന്ന് കണ്ണിലൂടെ മനസ്സിലാക്കും, പിന്നെ ചെവിയിലൂടെ മനസ്സിലാക്കും, പിന്നെ മൂക്കിലൂടെ മനസ്സിലാക്കും, നാവിലൂടെ മനസ്സിലാക്കും, പിന്നെ തൊക്കിലൂടെ മനസ്സിലാക്കും. ഇങ്ങനെ 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സിലാക്കിയതൊന്നും ഈശ്വരനല്ല. ശതകോടി ഗ്രന്ഥങ്ങളിൽ പറഞ്ഞത് മുഴുവൻ ഞാൻ ശ്ലോകാധ്യാന പ്രവക്ഷ്യാണ്. എതുക്തം ഗ്രന്ഥകോടി വിധി. കോടിക്കണക്കിന് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞത് ശ്ലോകത്തിന്റെ പാതി കൊണ്ട് ഞാൻ പറയാം. ബ്രഹ്മസത്യം ജഗൻ മിഥ്യ ജൈവോ ബ്രഹ്മൈവ നാമ. ബ്രഹ്മം മിഥ്യയാണ്. മിഥ്യ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞു, നിങ്ങൾ പവളം നോക്കുമ്പോൾ എന്താ കാണുന്നത്? ഇതിനെന്താ പറയാ? മുണ്ടെന്നോ ഷാളെന്ന് എന്തായാലും പറഞ്ഞു. ഓക്കെ, മുണ്ടെന്ന് തന്നെ പറഞ്ഞു. ഇതോ ഇത് 3 വരെ പറ്റി. 3 വരെ പറ്റി. ഓക്കെ, ശരിക്കും നിങ്ങൾ അവിടെ നോക്കുമ്പോൾ മുണ്ടാണ് കാണുന്നത്, നൂലാണ് കാണുന്നത്. അതെല്ലാം നൂല് കൂടി മാറ്റിയാക്കി കൊണ്ടുവന്നു ചുമ്മാ. അപ്പൊ നിങ്ങൾ എന്താ കാണുന്നത്? നൂല്. ശ്രദ്ധിക്കരുത്. ഇത് നൂലാണ് കാണുന്നത്, അത് പരുത്തിയാണ് കാണുന്നത്. എന്താ ഉള്ളത്? നൂലോ? പരുത്തി മാറ്റിയൊരു നൂലുണ്ടോ? ഉണ്ടോ? അപ്പൊ ശരിക്കും എന്താ കാണുന്നത്? പരുത്തി, എന്നിട്ട് അല്ലെങ്കിൽ നൂല്. അപ്പോൾ പരുത്തിയും നൂലും ഇവിടെ വെരിവെച്ച് ഇവിടെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ദൃഷ്ടി പരുത്തിയിലും നൂലിലും പെട്ടില്ല, തുണിയിലാണ് പെട്ടത്. വ്യക്തിയ ഉള്ളത് കാണാതെ വേറൊന്നതിലേക്ക്. ഒരിക്കലും കുട്ടി, ഞാൻ ഈ കുട്ടികളോട് ഇങ്ങനെ പറയുമ്പോൾ കുട്ടികളോട് പറയുന്നത് പൊന്നു മക്കളെ അച്ഛനെ അമ്മയൊക്കെ ദൈവമായിട്ട് കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഒരു കുട്ടിയെ എടുത്ത് വന്ന ഒരു മിടുക്കൻ പറഞ്ഞു, സ്വാമിജി ഞാൻ എൻ്റെ അമ്മയെ ദൈവമായിട്ട് കാണുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊടുക്കുക, കയ്യൊക്കെ കൊടുത്തു. ഞാൻ ചോദിച്ചു ഏത് ദൈവമായിട്ടാണ്? അപ്പോൾ അവൻ പറഞ്ഞു ഭദ്രകാളിയാ. നിങ്ങളുടെ മക്കളല്ലാട്ടാ. അവൻ ഞാൻ ചോദിച്ചു എങ്ങനെയുടെ മുന്നുണ്ട്? രാവിലെ എണീറ്റ് സ്വാമി അവരുടെ ശീലമുണ്ട്. തലോടെ ഇങ്ങനെ പിടിച്ചിട്ട് തവിയും പിടിച്ച് എണീക്കുന്ന പറയുമ്പോൾ ഞാനിങ്ങനെ അപ്പോ ദേവിയാണ് അല്ല. എന്നിട്ട് യാതൊന്ന് കാണുന്നത് നാരായണ പ്രതിഭ. ഓക്കെ, അത് കാണാതിരിക്കുന്നതിന്റെ പേരാണ് വിദ്യ. ഇവിടെ നിങ്ങൾ നൂലുണ്ട്, പരുത്തിയാണുള്ളത്. പരുത്തി ആണ്, കോട്ടൺ ആണ് ഇതിന്റെ റിയാലിറ്റി. ആ റിയാലിറ്റിയെ കാണാതെ എന്തുകൊണ്ട്? ഇനി നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയാം. നിങ്ങളുടെ കൊച്ചു മകളുടെ കല്യാണം, ഒരു 25 വയസ്സുള്ള കുട്ടി, 85 വയസ്സുള്ള അമ്മമ്മയുടെ അമ്മ. ഓക്കെ, അപ്പൊ ആ കുട്ടിക്ക് നിറയെ ആഭരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലൊരു അമ്മമ്മയുടെ അമ്മയുടെ വള കൊടുത്തു. അത് നമുക്കറിയാം, പഴയ കാലത്തെ വള ഒരു ഇതല്ലേ. അപ്പൊ ആ കുട്ടി ഇങ്ങനെ കയ്യിൽ നിറയെ വളയുന്നുണ്ട്. അപ്പൊ ഈ കുട്ടി ചോദിച്ചു, അമ്മമ്മ വലിയ അമ്മമ്മ ഞാൻ ഈ വളയെന്ന് കൊടുത്ത് എക്സ്ചേഞ്ച് ചെയ്തു. അപ്പൊ ചോദിച്ചു എന്റെ അല്ല അതിന്റെ മാച്ച് ആവും. ഓ, ഞാൻ നിനക്ക് തന്നതോട് വിളിക്കുന്ന കാര്യം അങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ടാകുന്ന ഞാൻ അന്ന് തന്ന സാധനം അവിടെ അതവരുടെ നിങ്ങൾ കൊടുത്തയച്ചിട്ട് ആരുടെയാ? പിന്നെ അത് കൊടുത്തയച്ചാൽ അവരുടെ അല്ലേ? പിന്നെ എന്ത് ചെയ്യുന്നത് അവരല്ലേ തീരുമാനിക്കുന്നത്? അപ്പൊ ഞങ്ങൾ കൊടുത്തിട്ടില്ല. അതാണ് അറ്റാച്ച്മെന്റ്. നമ്മളെ വീടിൻ്റെ പോകുമ്പോൾ നമ്മൾ വെറുതെ ഗിഫ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞ് സെക്കൻഡ് ടൈം അവിടെ പോകുമ്പോൾ നമ്മുടെ കണ്ണും മുഴുവൻ അവിടെ ആയിരിക്കും. ഞാൻ കൊടുക്കുന്നത് ഇവിടെ കാണില്ല. നമ്മൾ വെറുതെ വിടുമോ? നോക്കൂ, അന്ന് കിട്ടിയ ഗിഫ്റ്റ് ഒക്കെ തുറന്നോ? മീൻസ് ഞാൻ അന്ന് നീ കണ്ടു, അത്രേ ഉള്ളൂ. സോ സിമ്പിൾ. ഓക്കെ, ഇനി പഠിച്ചിട്ടില്ല. അപ്പൊ ഇവിടെ അപ്പൊ ആ കുട്ടി പറഞ്ഞു, അപ്പൊ അമ്മ പറഞ്ഞു കൊടുത്തു.
അപ്പോൾ കുട്ടീനോട് ശ്രദ്ധിക്കട്ടോ, ആ കുട്ടി അത് ജ്വല്ലേഴ്സിൽ കൊടുത്ത് അത് മാറ്റി വെച്ചിരിക്കും. ഈ ജ്വല്ലറിക്കാരൻ എന്തായാലും ശ്രദ്ധിച്ചിരിക്കുകയാണ്, അവനതിന് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഇഷ്ടമാണ്, കാരണം പ്യൂർ ഗോൾഡാണ് കുട്ടി. ഇതിനിവിടെ ശ്രദ്ധിക്കട്ടോ, ആ കുട്ടി എന്തുകൊണ്ട് ആ വളം മാറ്റം, ആ കുട്ടിയുടെ ശ്രദ്ധ സ്വർണത്തിലല്ല, ഇതാണ്. അപ്പൊ സ്വർണം അവിടെ ഉണ്ടായിട്ടും സ്വർണമാണെന്ന് അറിഞ്ഞിട്ടും സ്വർണത്തിന് പ്രാധാന്യം കൊടുത്തില്ല, അതിന്റെ പേരാണ് വിദ്യ. സ്വർണമാണെന്ന് അറിഞ്ഞു, അതുകൊണ്ടാണ് ആ കുട്ടി ജ്വല്ലറിയിൽ കൊണ്ടേ കൊടുത്തത്. പക്ഷെ കുട്ടിയുടെ ശ്രദ്ധ മുഴുവൻ എവിടെയാ? ഷേപ്പ്. ഓക്കെ, അതേ സമയത്ത് ജ്വല്ലറിക്കാരൻ അവന് ഷേപ്പേ പ്രശ്നമല്ല, അവന്റെ ശ്രദ്ധ എവിടെയാ? അപ്പൊ ഞാനിവിടെ ചുമ്മാ പറയണല്ലോ, സത്യത്തില്ല, അതാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇവിടെ ഓരോ 2 പ്രതിമ വെച്ചിട്ടുണ്ട്, ഒന്ന് കംസന്റെയും ഒന്ന് കൃഷ്ണഭഗവാന്റെയും. നമ്മൾ ഏതെടുക്കും? നോ ഡൗട്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ. പിന്നെ ഒരു അനൗൺസ്മെന്റ് വരെയാണ്, കംസന്റെ തനി തങ്കത്തിൽ പോയി ഉണ്ടാക്കിയതാണ്. അപ്പൊ നമ്മൾ ഭഗവാനെ ഇത്രയും കാലം ഇപ്പൊ നമ്മൾ കൊടുത്ത അത് ശ്രീകൃഷ്ണ ഭഗവാൻ ഞങ്ങളുടെ കണ്ണിനുണ്ണിയാണ്, ഉണ്ണിന്റെ ഉണ്ണിയാണ്, ചങ്ങാണ്, ചങ്ങലാണ്, ഇതൊക്കെ പറഞ്ഞതെല്ലാം സ്വർണം കണ്ടതോടെ ഈശ്വരനിലേക്ക് പോകും. ഏത് ഈശ്വരനിലേക്ക്? ഈ വിഗ്രഹത്തിന്റെ ഈശ്വരനിലേക്കല്ല. എങ്ങും നിറഞ്ഞിരിക്കുന്ന നമ്മുടെ ഉള്ളിൽ മാത്രമല്ല, നമ്മുടെ ബാക്കിയുള്ളതൊന്നും ഇല്ലെന്ന് പറയുന്നില്ലേ? എല്ലാം ഉള്ളിലെല്ലാം, ഇവിടെ ഇല്ലേ, ഇതിലില്ലേ? അപ്പൊ ഉള്ളില് പറഞ്ഞ പുറത്തൊന്നും ഇല്ലേ? ഇവിടെ ഇല്ലേ? വാച്ചിലില്ലേ? തുണിയിലില്ലേ? എല്ലായിടത്തും ഇല്ലേ? അപ്പൊ അഖണ്ഡമായിട്ട് നിൽക്കുന്ന, അതാണ് സാധാരണ അഖണ്ഡമായിട്ട് ഇരിക്കുന്ന ഈശ്വരനിലേക്ക് നമ്മുടെ മനസ്സ് എത്തണം. അതിനുള്ള ഉപായം പറഞ്ഞിട്ട് അതാണ് വേദാന്തം പറയുന്നത്. അല്ലാതെ വേദാന്തം ഈ ഉപാസനയെ മാത്രം ആശ്രയിച്ചിരിക്കുന്നില്ല. ഉപാസനയും ഒരു മാർഗമാണ്, പക്ഷെ വേദാന്തം ഉപാസനയെ മാത്രം ആശ്രയിച്ചിരിക്കുന്നില്ല. ഇത് രണ്ടും പരസ്പര ഘടകവും എഴുതുവുമല്ല, പരസ്പര വൈരുദ്ധ്യമുള്ളതുമല്ല. ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. അപ്പൊ അതിലേക്ക് കടന്നു വേണ്ടത്, അതിനാണ് ഉപാസന കണ്ടം. ഉപാസന കണ്ടം കൊണ്ട് നമ്മുടെ മനസ്സിന്റെ ചഞ്ചലതയെ നിലനിർത്തണം. ഇപ്പൊ കുട്ടികൾ മനസ്സിന് ഒതുക്കമില്ലെങ്കിൽ, മനസ്സിന് ഏകാഗ്രത ഇല്ലെങ്കിൽ നമ്മൾ എന്താ പറയും കുട്ടികളോട്? നാമം ചൊല്ലും മനസ്സ് പറയാറില്ലേ? നാമം ചൊല്ലിയ മനസ്സ് ശാന്തമാകുന്നോ ഇല്ലല്ലോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ആണോ? പക്ഷെ സംഭവം ഞാൻ പറയട്ടെ, കാലും മുഖവും കഴുകി നാരായണം ചൊല്ലാൻ തുടങ്ങും. ഈ നാരായണം ചൊല്ലാൻ തുടങ്ങുമ്പോഴാണ് മലമ്പുഴ അണക്കെട്ട് പൊട്ടിയാൽ എത്ര വെള്ളം വരും അത്രയും പോലെ ചിന്തകൾ നമ്മുടെ ഉള്ളിലോട്ട് കയറി വരുന്നത്. റൈറ്റ് ഓർ റോങ്? രണ്ടും പറഞ്ഞാൽ ഞാൻ ശ്രമിക്കും. നാരായണ നാമം ചൊല്ലി കഴിഞ്ഞ് മനസ്സ് ശാന്തമാകുമെന്ന് പറയുന്നു. അതേസമയത്ത് നാരായണ നാമം ചൊല്ലാൻ തുടങ്ങുമ്പോഴാണ് അത് ഞങ്ങൾക്ക് അറിയുന്ന സമയങ്ങൾ ചെയ്യാറില്ല, ചെയ്യുന്നവരുള്ളൂ പറഞ്ഞിട്ട് താല്പര്യം. അപ്പൊ അവിടെ ഉപാസന വേണ്ട വിധത്തിലാവണം. അതിനാണ് വ്രതാനുഷ്ഠാനങ്ങൾ എടുക്കുന്നത്. ഇനി വരുന്നൊരു വ്രതമാണ് നവരാത്രി. നമ്മൾ നവരാത്രി വ്രതം എന്ന് പറയുമ്പോൾ സോറിട്ടോ, നമുക്ക് പാട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചിന്തിക്കുക ഏതെങ്കിലും ഒരു വേദി കിട്ടോ പാട്ട് പാടാൻ. നമുക്ക് ഡാൻസ് അറിയില്ലെങ്കിൽ നമ്മൾ ആദ്യം ചിന്തിക്കുക ഏതെങ്കിലും ഒരു വേദി കിട്ടോ ഡാൻസ് ചെയ്യേണ്ടതാണ്. നമുക്ക് നാരായണീയം പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുക ഏതെങ്കിലും ഒരു വേദിയിൽ നാരായണീയം വായിക്കാൻ പറ്റും. അതെല്ലാം ചെയ്യേണ്ടത്. പക്ഷേ വ്രതം എന്ന് പറയുന്നത് മനസ്സിനെയും ശരീരത്തെയും നിയന്ത്രിക്കാനുള്ളതാണ്. എങ്ങനെ നിയന്ത്രിക്കേണ്ടത്? ഒരു കൃത്യമായ ആചാര അനുഷ്ഠാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. രാവിലെ ഈ സമയത്ത് എണീക്കുന്നവർ ആ സമയത്ത് എണീക്കുക.
അത് കഴിഞ്ഞ് ഇന്നത് ചെയ്യുന്നു പറഞ്ഞാൽ അത് ചെയ്യുക. അങ്ങനെ ശരീരത്തെയും മനസ്സിനെയും ഡിസിപ്ലിൻ ചെയ്യാനുള്ളതാണ് പദ്ധതി. ഈ നവരാത്രികളുടെ അങ്ങനെയായിരിക്കും. 9 ദിവസങ്ങൾ കൊണ്ട് മനുഷ്യനെയും ശരീരത്തെയും നിയന്ത്രിച്ച് മത്സ്യമാംസങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഹെവി ഫുഡുകളൊക്കെ ഉപേക്ഷിച്ച് കഴിയുന്നത്ര ദേവീ നാമസ്മരണയോടുകൂടി ഇരിക്കുകയാണ് ഈ 50 ദിവസങ്ങളിൽ. ആരും എവിടെയും നമ്മൾ ഒരു പരിപാടിക്ക് വിളിച്ചില്ലെങ്കിൽ അത്രയും സന്തോഷമായി കരുതുക. അമ്മമ്മ ഞങ്ങൾ വെക്കേഷൻ ആയിരുന്നു, ഞങ്ങൾ അവിടെയെല്ലാം പോകുന്നു, അമ്മമ്മയ്ക്ക് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ പ്രയാസമുണ്ട്. നോ പൊന്നു, നീ പോയിട്ട് വാ, എനിക്ക് അത്രയും സമാധാനത്തോടുകൂടി നാമം ആ ഒരു മനോഭാവത്തേക്ക് മാറണം. അതിന് ഉപാസനമൊക്കെ കൂടിയെത്തിയിട്ടും ആ ഉപാസനയുടെ ആദ്യഘട്ടങ്ങളാണ് ഈ നാരായണ പാരായണം. ഇത് അവസാനമല്ല, ഇതൊരു തുടക്കം മാത്രമാണ്. ഇത് അവസാനമാണ് എന്ന് കരുതുമ്പോഴാണ് നമുക്ക് മുന്നോട്ടുള്ള പ്രയാണം. പിന്നെ ഒരു കാര്യോട് പറയുന്നത്, എങ്ങനെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാം? നമുക്കെല്ലാവർക്കും, നമ്മളെല്ലാവരും അനുഭവിച്ചു വരുന്നൊരു കാര്യം, നാമം ചൊല്ലാനിരിക്കുമ്പോഴാണ് ചിന്തകളുടെ പ്രവാഹം കൂടുതലോ കൂടുതൽ. നമ്മൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് മനസ്സൊതുങ്ങുന്നില്ലെങ്കിൽ ഏകാഗ്രത ഉണ്ടാവാൻ നാമം ചൊല്ലുന്നു. പക്ഷെ ഏകാഗ്രത നാമം ചൊല്ലിയിട്ടുണ്ടായിട്ടുള്ള ഒരാളെ പോലും ചില സന്യാസിമാർ വെച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. സന്യാസിമാരെ ഒരു നാമം ചൊല്ലിട്ട് സന്യാസിമാർ മാത്രമല്ല, നിങ്ങളെ കൂടെ ഭക്തരെ കഴിയും. പക്ഷെ അവർക്ക് ആശ്രമ ഭക്തരാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവരൊരു ഗുരുവിന്റെ ശിക്ഷണത്തിലാണ് വളരുന്നത്. ഗുരു എന്താ അവരെ പഠിപ്പിക്കുന്നത്? എങ്ങനെ മനസ്സിനെ ഒതുക്കാമെന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ നാമം ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് പുരോഹിത നാമം ചെല്ലുമ്പോൾ, വിശ്വകൃഷ്ണ ചെല്ലുമ്പോൾ ആരുമില്ല. ആ സമയത്ത് ഇതെന്റെ കൃഷ്ണനാണ്, ആ കൃഷ്ണനെ ഞാൻ അങ്ങേയറ്റം സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണോ എനിക്ക് എൻ്റെ കൊച്ചു മോൻ്റെ മോളുടെ ഒരു പേര് പറയുമ്പോൾ എന്ത് സന്തോഷമാണോ ഉണ്ടാവുന്നത്, അതിൻ്റെ 100 ഇരട്ടി സന്തോഷം എനിക്ക് ഭഗവാന്റെ കാര്യങ്ങൾ വായിക്കുമ്പോൾ ഉണ്ടാവണം. ഉണ്ടാവുന്നോ ഇല്ലെന്നുള്ളത് നമുക്കറിയില്ല, ഉണ്ടാവണം. ഇപ്പൊ നിങ്ങൾക്ക് നാരായണ വായിക്കുന്നത് അവനവൻ്റെ വീടുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിലാണ്. അവിടെ പോലെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, 4 മണിക്കാണ് പോകേണ്ടതെങ്കിൽ 3:50 കഴിയുമ്പോഴേക്കും നമ്മുടെ സമയം കണ്ടതിന് ഇനി 4 ലക്ഷം കൂടി ഉണ്ടല്ലേ. നമ്മുടെ മനസ്സ് അജിറ്റേറ്റഡ്, ഡിസ്റ്റർബാണ്. നമ്മൾ ഒരു ഭാഗത്ത് നാമം ചെയ്യുന്നില്ല, പക്ഷെ മറ്റൊരു ഭാഗത്ത് മനസ്സ് ഡിസ്റ്റർബാണ്. ആ സാധന ചെയ്യും, ഉപാസന ചെയ്യും. അത് 10 മിനിറ്റ് ആണെങ്കിൽ ആ 10 മിനിറ്റ് നേരത്തേക്ക് ഒരു ചിന്തയെയും അനുവദിക്കാൻ. ആ സമയത്ത് തോന്നുന്ന ഒരു കാര്യം ചെയ്യാതിരിക്കും. 10 മിനിറ്റ് മതി. നിങ്ങൾ 1 മണിക്കൂർ 2 മണിക്കൂറൊന്നും വേണ്ട, ഡെയിലി 10 മിനിറ്റ് നോക്കുക. ആ 10 മിനിറ്റ് നേരത്തേക്ക് ഫോൺ വന്നാൽ ഞാൻ എടുക്കില്ല. അങ്ങനെ ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? മനസ്സ് നമ്മൾ പറയുന്നത് കേൾക്കും. ഇപ്പൊ മനസ്സ് നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഞാൻ ചുമ്മാ ചോദിക്കുന്നുണ്ടോ? ഇതിൽ എത്ര പേര് 5 മണിക്ക് മുമ്പ്, രാവിലെ 5 മണിക്ക് മുമ്പ് എണീക്കുന്നു? കൈ നോക്കിയേ. താങ്ക് യു. നിങ്ങൾ എണീറ്റതൊന്നുമല്ല, ഉറപ്പില്ലാത്തതുകൊണ്ട് 3 മണിക്ക് എണീറ്റിട്ട് തിരിഞ്ഞു പറഞ്ഞ് ദോശ ഉണ്ടാക്കിയതാണ്. 5 മണിക്ക് ഞങ്ങൾ എണീറ്റു ഉറപ്പില്ലേ? എന്താ അഭിപ്രായം? എന്തുകൊണ്ട് ഉറപ്പില്ല? പഴയ ചൊല്ലുണ്ട്, നായ നടന്നൊരു കാര്യമില്ല നായികരിക്കാൻ. നിങ്ങളുടെ അടുത്ത് ടെൻഷൻ അടിക്കണമെന്ന് മക്കൾ ഒരു 10,000 തവണ ഡെയിലി പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ തന്നെ പറയാം, നിനക്ക് അറിയണ്ട 10 മാസം. അതല്ല സത്യം. മനസ്സിനെ നിയന്ത്രിക്കാൻ അറിയില്ല എന്നുള്ളതാണ് സത്യം. ഭഗവാൻ ഇത് കാണുന്നില്ല. എന്തുകൊണ്ടെന്ന് നിയന്ത്രിക്കാൻ അറിയില്ല. എങ്ങനെ നിയന്ത്രിക്കണമെന്ന് ഇന്ന് വരെ നമ്മൾ ശീലിച്ചിട്ടില്ല. ഇനി വീട്ടിൽ പോയിട്ട് ഒരു ദശകം വായിക്കപ്പെടുന്നു. ആ ദശകം സ്പീഡ് നോക്കാതെ, ക്ഷമിക്കണം ടീച്ചേഴ്സ്, രാഗവും താളവും നോക്കാതെ
നിങ്ങൾ നിങ്ങളുടെ കണ്ണനെയാണ് വിളിക്കുന്നത് എന്ന മനോഭാവത്തോടെ കൂടി ആസ്വദിച്ചു വായിക്കുക. ഒരു ദിവസം വായിച്ചു ആ സമയത്ത് ഒരു മനസ്സ് നമ്മുടെ കൂടെ നിൽക്കട്ടെ. ആ വായിക്കുന്നതിനിടയിൽ നമ്മുടെ പുസ്തകങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? അതൊന്നും തെറ്റിട്ടില്ല. അതിന് ശ്രദ്ധ കൊടുക്കുക. തെറ്റാണെങ്കിൽ തെറ്റാവട്ടെ എന്ന് എന്തപ്പോ പ്രോബ്ലം? ഈ ലോകത്ത് പരിപൂർണനായിട്ട് ഒരാൾ പോലും ഇല്ല. പൂർണ്ണതയുള്ള ഒരാൾ ഇല്ല. അപ്പൊ അതുകൊണ്ട് തെറ്റ് പറ്റുക എന്നത് മനുഷ്യ സഹജമാണെന്നേ. ഈ മേൽപ്പത്തൂർന്ന നമ്പൂതിരിയുടെ ഇതിൽ തന്നെ കുറെ തെറ്റുകൾ പ്രധാനമാണെന്ന് കാണിച്ചു കൊടുത്തില്ലേ? ആ കഥ നമുക്കറിയില്ലേ? അപ്പൊ അതിന് നമ്മളങ്ങനെ വിചാരിക്കില്ല. ആ ഞാൻ ഇത് വായിക്കുന്നത് എൻ്റെ കുട്ടിയുടെ എൻ്റെ കണ്ണൻ്റെ ആണെന്നുള്ള ആ മനോഭാവത്തോടെ വായിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിൽ ഏകാഗ്രത വരും. എന്തായാലും എനിക്ക് അനുവദിച്ച സമയമുണ്ട് എത്തിയിരിക്കുന്നത് 4:10 വരെയാണ്. 4:30 കഴിഞ്ഞു. ഇപ്പോൾ വേദാന്തത്തിലേക്ക് ഞാൻ അധികം കടന്നില്ല. കടക്കാതിരിക്കാൻ കാരണമുണ്ട്. ഒന്ന്, വേദാന്തം അനന്ത സാഗരമായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അത് രാവിലെ ആണെങ്കിൽ കുറച്ചുകൂടെ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു വളരെ ലളിതമായിട്ടുള്ള കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. എന്തായാലും നിങ്ങളെ കാണാൻ പറ്റിയില്ല. ഇവിടെ വരാൻ കഴിഞ്ഞത് വളരെ വളരെ സന്തോഷം. ഇനിയും കാണാനുള്ള അവസരം ഈശ്വരൻ നമുക്ക് ഉണ്ടാക്കി തരട്ടെ. ഈ നവരാത്രി കാലം ഏറ്റവും ശോഭനമായിട്ട് തീരട്ടെ. നമ്മുടെ ജീവിതം എല്ലാ ദിവസവും ഏറ്റവും ഭംഗിയായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും